ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഭീകരർ റാഞ്ചിയ ട്രെയിനിലെ ബന്ദികളാക്കിയ യാത്രക്കാരെ മോചിപ്പിക്കാൻ ശ്രമം ഊർജിതമാക്കി പാക് സൈന്യം. മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിച്ചതായി സൈന്യം അറിയിച്ചു. അതേസമയം ഓപ്പറേഷനിൽ നിന്നും സൈന്യം പിൻവാങ്ങിയില്ല എങ്കിൽ 10 ബന്ദികളെ ഉടൻ വധിക്കുമെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഭീകരർ മുഴക്കി. പാകിസ്ഥാൻ സൈന്യം തടങ്കിലാക്കിയ മുഴുവൻ BLA പ്രവർത്തകരെയും 48 മണിക്കൂറിനകം മോചിപ്പിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഭീകരർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. മോചനത്തിനുള്ള നീക്കം ഊർജിതമാക്കിയ പാക് സൈന്യം ബന്ദികളാക്കിയവർക്കൊപ്പം ചാവേറുകൾ ഉണ്ടോ എന്നും സംശയം ഉയർത്തിയിട്ടുണ്ട്. ദുർഘടമായ മലനിരകളും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്. ഭീകരർ റാഞ്ചിയ ജാഫർ എക്സ്പ്രസിൽ നിന്നും ഇതിനോടകം 155 ബന്ദികളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ 27 ഭീകരരെ വധിച്ചതായി സൈന്യം അറിയിച്ചു. എന്നാൽ ട്രെയിനിൽ ബന്ദികളായി എത്ര പേർ അവശേഷിക്കുന്നുവെന്ന് സൈന്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരുമെന്നും പാകിസ്ഥാനിൽ അശാന്തിയും കുഴപ്പങ്ങളും സൃഷ്ടിക്കാനുള്ള എല്ലാ ഗൂഢാലോചനകളും പരാജയപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. US യുക്രൈൻ ചർച്ചകളുടെ ആദ്യ റൗണ്ട് ജിദ്ദയിൽ അവസാനിച്ചപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള 3 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. US മുന്നോട്ട് വെച്ച 30 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം യുക്രൈൻ അംഗീകരിച്ചു. റഷ്യയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. യുക്രൈനുള്ള US-ന്റെ സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കും. ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവെക്കാനും യുക്രൈനിലെ ധാതു സമ്പത്ത് പങ്കുവെക്കുവാനും തീരുമാനമായി. കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരം സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഹർഷ്വാന്റെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മന്ത്രി ഡോക്ടർ മുസായിദ് അല്ലൈബാന്റെയും സാന്നിധ്യത്തിലാണ് US യുക്രൈൻ ചർച്ച ആരംഭിച്ചത്. യുക്രൈനിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സൗദിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ചർച്ചകൾ നടന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കാര്യമായ ബുദ്ധിമുട്ടുണ്ടായില്ല. കുറച്ചു ദിവസം കൂടി ആശുപത്രിയിൽ മാർപ്പാപ്പയ്ക്ക് കഴിയേണ്ടി വരും. കഴിഞ്ഞ മാസം 14 മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സുഖമായ വിശ്രമത്തിന് ശേഷം ഇന്നലെ അദ്ദേഹം ഉന്മേഷവാനായിരുന്നു. നോമ്പുകാല ധ്യാനത്തിന്റെ രാവിലത്തെയും വൈകിട്ടത്തെയും പ്രസംഗങ്ങളിൽ ഓൺലൈനായി മുഴുവൻ സമയവും അദ്ദേഹം പങ്കെടുത്തു. സ്വന്തം നാടായ അർജന്റീനയിലെ വെള്ളപ്പൊക്കം സംബന്ധിച്ച വിവരങ്ങൾ തേടി. ദുരിതം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ടെലിഗ്രാം അയക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസമായി കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. നിലയത്തിൽ ചെയ്തു തീർക്കേണ്ട അറ്റകുറ്റപ്പണികൾ, കൊളംബസ് ലാബ് മൊഡ്യൂളിലെ വൈദ്യുതി, ഡാറ്റ ലൈനുകളുടെ പരിശോധന എന്നിവ അവർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇരുവരും ചേർന്ന് 1500ഓളം ശാസ്ത്ര പരീക്ഷണങ്ങളും നടത്തി. നിലവിൽ 16-ന് ഭൂമിയിലേക്ക് ഇവരുടെ മടക്കയാത്ര തുടങ്ങാനാണ് നാസയുടെ തീരുമാനം. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രൂപ്പ് പേടകത്തിൽ പുതുതായി നിലയത്തിലെത്തുന്ന 4 പേർക്ക് ചുമതല കൈമാറിയ ശേഷമായിരിക്കും ഇത്. ആനി മക്ലിൻ, നിക്കോളാസ് അയേഴ്സ്, ടക്കുവ ഒനിഷി, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരാണ് പുതുതായി നിലയത്തിലേക്ക് പോകുന്നത്. ഇന്ത്യൻ സമയം വ്യാഴം പുലർച്ചെ 5-ന് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഫാൽക്കൺ 9 റോക്കറ്റാണ് ഇവരുടെ പേടകവുമായി കുതിക്കുക. ഉച്ചകഴിഞ്ഞ് 3:30-ന് പേടകം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ ചുമതല കൈമാറ്റം പൂർത്തീകരിക്കും. നിലവിൽ നിലയത്തിലുള്ള മറ്റൊരു സ്പേസ് എക്സ് ഡ്രാഗൺ ഗ്രൂപ്പ് പേടകത്തിലാകും സുനിതയും സംഘവും മടങ്ങുക. സ്റ്റാർലിങ്ക് പേടകത്തിന്റെ ക്ഷമത പരിശോധനയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ്
സുനിതയും ബുച്ച് വിൽമോറും നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. സ്റ്റാർലിങ്ക് പേടകത്തിന്റെ തകരാർ മൂലമാണ് ഇരുവരുടെയും യാത്ര അനിശ്ചിതമായി നീണ്ടത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.